തന്നെ വളരെ ദുഃഖകരമായ ഒരു വാർത്ത. ഒരുപക്ഷെ ഒരു കുടുംബത്തിന് മാത്രമല്ല, നമ്മൾ മലയാളികളെല്ലാവരും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാന്തപുരം പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തത്, അത് വലിയ ചർച്ചയായ ഒരു സാധനമല്ലേ? അതെ, നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തു എന്നല്ല അന്ന് പുറത്തു വന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ളതാണ്. റദ്ദ് ചെയ്തിട്ടില്ല, റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ അത് ശരിയല്ല എന്ന് കുടുംബം തന്നെ പറഞ്ഞു. മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റദ്ദ് ചെയ്തിട്ടില്ല. തീയതി എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം. നമ്മൾ പല ആവർത്തി ഇത് പറഞ്ഞിട്ടുണ്ട് മീഡിയ മലയാളത്തിൽ. ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തീയതി പ്രഖ്യാപിക്കാം. റദ്ദാക്കിയിട്ടില്ല വധശിക്ഷ. അത് കൃത്യമായി അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പരന്ന അത്തരം കഥകളാണ്. വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല, തീയതി മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ തീയതി ദിവസം കാന്തപുരത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തു, അതായത് ഞങ്ങളുടെ ജോലി കഴിഞ്ഞു, ഇനി ബാക്കി ചെയ്യാനുള്ള നടപടികൾ സർക്കാരാണ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാന്തപുരത്തിന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ കാന്തപുരം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്യുകയാണ്. പക്ഷേ അപ്പൊ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരിങ്ങനെ സംസാരിച്ചു? അതെനിക്കറിയില്ല. കാന്തപുരം ക്രെഡിറ്റ് തട്ടാനാണെന്ന് പലരും പറയുന്നു. പക്ഷെ കാന്തപുരത്തിനെ പോലുള്ളവർക്ക് ഇതിലൊക്കെ ക്രെഡിറ്റ് തട്ടിയെടുത്തിട്ട് എന്ത് പ്രയോജനം എന്നാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പ്രയോജനമില്ല അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക്. പക്ഷെ ഇപ്പൊ വരുന്നത്, യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഓഗസ്റ്റ് 24-നോ 25-നോ നടപ്പിലാക്കുമെന്ന് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപൻ KA പോൾ സുപ്രീം കോടതി. സാമ്പത്തിക തട്ടിപ്പ് കേസ് നടത്തിയത്. മാധ്യമങ്ങളെ 3 ദിവസത്തേക്ക് വിലക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് പോൾ ഇക്കാര്യം കോടതിയിൽ പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. മാധ്യമങ്ങളെ 3 ദിവസത്തേക്ക് വിലക്കണമെന്നും മോചന ശ്രമത്തിൽ നിന്ന് ഇടപെടുന്നതിൽ നിന്ന് കാന്തപുരത്തെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെയും വിലക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പോള് കോടതിയിൽ ഹർജി നൽകിയത്. ഇനി പറയുന്നതാണ്, ഇതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഇത് നിമിഷപ്രിയയുടെ തന്നെ ആവശ്യമാണെന്നാണ് പോൾ കോടതിയിൽ പറഞ്ഞത്. പോളിന്റെ ഹർജി അറ്റോർണി ജനറലിന് സുപ്രീം കോടതി നോട്ടീസ് നൽകി ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. അതായത് ഈ വരുന്ന ഓഗസ്റ്റ്, ഇന്ന് 22, 23, 24, 25 ഒരൊറ്റ ദിവസം. 25 തിങ്കളാഴ്ച. ഞായറാഴ്ച വധശിക്ഷ നടപ്പിലാക്കുമെന്ന് എനിക്കറിയില്ല. യമനിലെ കാര്യമായതുകൊണ്ട് അറിയില്ല. 24-നും 25-നും നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിമിഷപ്രിയ തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത്. മാത്രമല്ല കാന്തപുരവും അഡ്വക്കേറ്റ് സുഭാഷും ഇതിൽ ഇടപെടരുത്. അതെങ്ങനെയാണ് നിമിഷപ്രിയന്റെ ജയിലിൽ കിടക്കാൻ നമ്മൾ നടപ്പിലാക്കണം നമ്മൾ ആവശ്യം? എനിക്കറിയില്ല. ഇതേ നിമിഷപ്രിയനല്ലേ ഈ അഡ്വക്കേറ്റ് സുഭാഷ്? ഒന്നുകിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്ക് തെറ്റിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴും ഒരു പിടിയില്ല. ഈ KA പോൾ എന്ന് പറയുന്നയാള് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാനും നിമിഷപ്രിയയെ അവിടുന്ന് മോചിപ്പിക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിപ്പിക്കുന്ന ആളാണെന്നും കഴിഞ്ഞ കുറേ നാളുകൾ അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഇറങ്ങിയിട്ടുണ്ട് എന്ന അവകാശവാദം ഉന്നയിച്ചിട്ട് ഈ പൈസയൊക്കെ എനിക്ക് കേന്ദ്ര സർക്കാർ തരണം എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്താൻ വേണ്ടിയിട്ട് നടത്തിയ ആളാണ് ഇയാൾ. വിദേശകാര്യ മന്ത്രാലയം ആ വിവരങ്ങൾ പരിശോധിച്ചു. ശരിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലുമാണ് ഇയാൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇത് ഫേക്കാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പരിശോധിച്ചിട്ട് ഫേക്ക് എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്ററിൻ്റെ മേളിൽ ഫേക്കാണ് എന്നുള്ള കൃത്യമായിട്ട് വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ KA പോളിനെ ഈ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആ കൂട്ടായ്മ KA പോളിനെയും പറഞ്ഞ മറ്റേ വേറൊരാളുണ്ടല്ലോ സാമുൽ ജെറോമോ, ഇവരെ രണ്ടുപേരെ അടുപ്പിക്കാറില്ല. കാരണം ഇവരെ രണ്ടുപേരുടെയും ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷപ്രിയ മുന്നിൽ നിർത്തിയിട്ട് ലക്ഷക്കണക്കിന് രൂപ തട്ടുക എന്നല്ല. സാമുലിന്റെ പേരിൽ തന്നെ സാമുൽ അന്ന് $40,000 അങ്ങാണ്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് ആ കുടുംബത്തിന് കൊടുക്കാതെ ഇയാൾ മുക്കി എന്നുള്ളത്. കാരണം അവരുടെ കുടുംബക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് 5 പൈസ കിട്ടിയിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അപ്പൊ നിമിഷപ്രിയ വെച്ചിട്ട് ഇവന്മാര് പണം ഉണ്ടാക്കുകയാണോ? അതെ. എന്താ ഒരു സ്ത്രീ ഏതോ ഒരു നാട്ടില് ചെയ്ത തെറ്റാണില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഏതോ ഒരു നാട്ടില് ഒരു കൊലക്കുറ്റത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ട് പണം തട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്. കാരണം അവരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ആ സ്ത്രീയെ തൂക്കിലേറ്റി കഴിഞ്ഞാൽ അവരുടെ കുടുംബം ഇത്രയും നാള് നിയമ പോരാട്ടം നടത്തിയതിന് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? അപ്പൊ അവർക്ക് നീതി വേണ്ടേ? ഈ പിരിച്ചെടുത്തവരൊക്കെ പണവും കൊണ്ട് മുങ്ങും. നിമിഷപ്രിയയുടെ പേരിൽ മറ്റാരൊക്കെയോ ജീവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റാരോ നിമിഷപ്രിയയുടെ പേര് പറഞ്ഞ് അന്നം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നു, എവിടെയൊക്കെയോ കോടികൾ സമ്പാദിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് വിദേശ മലയാളികളൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു മലയാളി കൂട്ടായ്മയുണ്ട്.
അത് ഈ ആക്ഷൻ കൗൺസിൽ ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഈ പറഞ്ഞ സാമുവൽ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിലുള്ള, ഈ സാമുവൽ ബേസിക്കലി മലയാളി അല്ല, അയാൾ തമിഴനെങ്ങാണ്ടാണ്. അപ്പം അയാളുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ ദില്ലി കേന്ദ്രീകരിച്ചിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ നിമിഷപ്രിയയുടെ മോചനം എന്ന് പറഞ്ഞിട്ട് പല മലയാളികളുടെ കയ്യിൽ നിന്നും, മലയാളി സംഘടനകളുടെ കയ്യിൽ നിന്ന്, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഇവർ ഈ പൈസ വാങ്ങിക്കുന്നുണ്ട്. നിരവധി തുക ഇവർ ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ വാങ്ങിച്ചതിൻ്റെ അകത്തു നിന്നാണ് ആദ്യഘട്ടമായിട്ട് $20,000 ഈ പറഞ്ഞ ഈ സാമുവൽ മേടിച്ചിട്ട് അവിടെ അവരുടെ വീട്ടുകാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ $20,000 ചോദിച്ച ഘട്ടത്തിലാണ് ഈ ആദ്യം കൊടുത്ത ഡോളറിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇയാളുടെ ഒരു ഡീറ്റെയിൽ ഇല്ല. വീട്ടുകാരുമായിട്ട് പിന്നീട് സുഭാഷ് ചന്ദ്രനും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് അവർക്ക് അങ്ങനെ ഒരു തുക കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ സംഭവം, ഇവർ ഈ നിമിഷപ്രിയയുടെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ആളുകൾ അവിടെ ഇവിടെ നിന്നിട്ട് പണപ്പിരിവ് നടത്തുന്നു, അവർ ആ പണം പുട്ടടിക്കുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കെ എ പോളിൻ്റെ പേരിൽ ഇയാളുടെ അടുത്ത് എന്തൊക്കെയോ വിദേശ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ ഇയാളുടെ ഒരു കമ്പനി അങ്ങോട്ട് മരവിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മരവിപ്പിച്ച കമ്പനിയുടെ അക്കൗണ്ട് ഒന്നുകിൽ ഇയാൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ എനിക്ക് ഈ നിമിഷപ്രിയക്ക് വേണ്ടി ചിലവായ തുക ഇന്ത്യ ഗവൺമെൻറ് തരണം, അതല്ല എങ്കിൽ എൻ്റെ മരവിപ്പിച്ച അക്കൗണ്ട് എനിക്ക് വീണ്ടും ഇതാക്കുന്നത്. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോദി ഗവൺമെൻറ് അധികാരത്തിൽ എത്തിയതിനു ശേഷം ഈ വിദേശത്ത് നിന്ന് ട്രാൻസാക്ഷൻ ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രാൻസാക്ഷൻസ്, കുറേ ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തിയതിൻ്റെ പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ ഈ മുസ്ലിം സംഘടനകൾ, അതുപോലെ PFIയും SDPIയും ഒക്കെ കുറേ പൈസകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ അക്കൗണ്ടുകൾ ED കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയിരുന്നു. ഈ പോൾ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു പാസ്റ്ററാണ്. പാസ്റ്ററാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇവരൊക്കെ ഈ എല്ലാവരുടെയും അല്ല, ചില ആളുകളുടെ, ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ അക്കൗണ്ട് മരവിപ്പിച്ചത്. അപ്പോൾ ഇയാൾ ഈ നിമിഷപ്രിയയുടെ ഇത് വെച്ചിട്ട് കേന്ദ്ര സർക്കാരിനോട് ബാർഗെയിൻ ചെയ്യാണ്. എനിക്ക് ഇത്ര പൈസ ചിലവായിട്ടുണ്ട്, ഞാൻ അതിൻ്റെ പുറകെ ഇത്ര വർഷമായിട്ട് നടക്കണതാണ്, അപ്പോൾ ആ പൈസ എനിക്ക് തരണം, ഇല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് വീണ്ടും എനിക്ക് പുനഃസ്ഥാപിച്ച് തരണം, ഞാൻ അതുവഴി പിരിച്ചോളാം. ഒരു സ്ത്രീയുടെ ജീവന്റെ വില വെച്ചിട്ടാണ് ഇവനൊക്കെ ഈ കളിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ അകത്ത് ബേസിക് പോയിന്റ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെയോ ധന്യയുടെയോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആരുടെയോ ഒരാൾ ജയിലിൽ ഇതുപോലൊരു സിറ്റുവേഷനിൽ കിടക്കുന്ന സമയത്ത് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമോ യാതൊരു പരിചയവും ഇല്ലാത്ത ഒരാൾ ഈ ജയിലിൽ കിടക്കുന്ന ആളെ മുൻനിർത്തിയിട്ട് പുറത്ത് പണപ്പിരിവ് നടത്തുന്നു പറയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതെ അതെ. അല്ല, നിമിഷപ്രിയ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിമിഷപ്രിയ വധശിക്ഷ ആയിരിക്കില്ല പറഞ്ഞത്. കാന്തപുരവും അഡ്വക്കേറ്റ് സുഭാഷ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് നിമിഷപ്രിയ ആവശ്യപ്പെടുന്നുണ്ട്. നിമിഷപ്രിയയുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഹർജി കോടതിയിൽ സമർപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരാൾ രക്ഷപ്പെടാനല്ലേ ശ്രമിക്കൂ വധശിക്ഷയിൽ നിന്ന്. തൻ്റെ കുടുംബത്തെ കാണാനൊക്കെ ഏകദേശം 5 വർഷത്തോളം അവർ കാത്തിരിക്കുകയാണ്, തൻ്റെ മകളെയൊക്കെ കാണാൻ. അവരെ തന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾ ദൈവതുല്യനായി, ഒരാൾ ദൈവദൂതനെ പോലെ വരുമ്പോൾ അയാൾ ഇനി ഈ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയാൻ മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇദ്ദേഹം സുപ്രീം കോടതി കൊടുത്ത ഹർജിയാണല്ലോ. ഒന്നുകിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തതിനകത്ത് എന്തോ ഒരു പ്രശ്നം, അല്ലെങ്കിൽ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് സുഭാഷ് ചന്ദ്രനും ഈ പറഞ്ഞ ആക്ഷൻ കൗൺസിലൊക്കെയാണ്. അപ്പോൾ അവരെ പരമാവധി ഇതിൽ നിന്നായിട്ട്, പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്, കേന്ദ്ര സർക്കാർ അല്ല സുപ്രീം കോടതിക്ക് ഇതിൽ വിധിയൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. നീ അതിനിടപെടണം എന്ന് നിർദ്ദേശിക്കാൻ പറ്റുന്നില്ല. സുപ്രീം കോടതിക്ക് അൾട്ടിമേറ്റ്ലി ഒറ്റ എയിം മാത്രമേ ഉള്ളൂ, അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിന് വേണ്ട സാധ്യതകൾ നോക്കുക. കേന്ദ്ര സർക്കാരിനോടും പറഞ്ഞ അതൊക്കെ തന്നെയുള്ളൂ. സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്യാനുള്ള ചെയ്യുക, ബാക്കി ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതി ചെയ്യുക എന്നുള്ളത്. അതിനിടയിൽ കൊണ്ടുപോയിട്ട് ഹർജി കൊണ്ടുപോയി ഇയാൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം നോക്കിക്കോ. ഇനി അടുത്ത ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് വരാൻ പോകുന്നത്, നിമിഷപ്രിയ പുറത്തു കൊണ്ടുവരാനുള്ള പൈസയില്ല, എനിക്ക് എൻ്റെ അക്കൗണ്ട് പുനഃസ്ഥാപിച്ച് തരണം, ഞാൻ അതുവഴി കള്ളപ്പണം നടത്തിയിട്ട് ഞാൻ എങ്ങനെയും കൊണ്ടുപോകാം എന്നുള്ള ലെവലിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇയാളുടെ അടുത്ത് അധികം വൈകാതെ വരും. അതെ.